our forces were cut down by 1,80,000. Who did it? You saved money to get these people killed, damn you! Damn you! It's needed if you want to fight in the mountains. ഇത് മേജർ ജനറൽ GD ബക്ഷി. ഇദ്ദേഹം ഒരു വലിയ മോദി സപ്പോർട്ടർ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിനും മോദിയുടെ നോൺ ബയോളജിക്കൽ ഭരണം അമ്പെ മടുത്തിരിക്കുകയാണ്. ഇതേപോലെ മോദി സപ്പോർട്ടർ ആയിരുന്ന ഒരാൾക്ക് ഇത്ര വലിയ മനംമാറ്റം ഉണ്ടാവാമെങ്കിൽ എന്തുകൊണ്ടാണ് വിവരം കെട്ട സംഖ്യകൾക്ക് ഇതുവരെയും അല്പം പോലും മനംമാറ്റം ഉണ്ടാവാത്തത്, വിവേകം ഉണ്ടാവാത്തത്? ഇവിടെ മോദിയുടെയും കൂട്ടരുടെയും വലിയ വീഴ്ചയുടെ കാര്യം അർണാബ് പശുസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയിൽ അലറിക്കൊണ്ട് വിളിച്ചു പറയുകയാണ് അദ്ദേഹം. മേജർ ജനറൽ GD ബക്ഷി വളരെ നാളുകൾ വലിയ മോദി ഭക്തൻ ആയിരുന്ന ആളായിരുന്നു. ഇതുവരെയും മോദിയെ എല്ലാ കാര്യത്തിലും പിന്തുണച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഇത്ര വലിയ മോദി ഭക്തനായിരുന്ന ഈ മേജർ ജനറൽ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുവെങ്കിൽ തലയ്ക്കകത്ത് ആൾതാമസമുള്ള സംഖ്യകൾക്കും വിവരവും വിവേകവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ മനസ്സുവെച്ചാൽ എന്നാണ് ഇത് തെളിയിക്കുന്നത്. വളരെ കോപത്തോടെയാണ് അദ്ദേഹം മോദിയുടെയും മോദി ഗവൺമെന്റിന്റെയും വലിയ വീഴ്ചകൾ ഇവിടെ എണ്ണി പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുകൊള്ളൂ. Can I use your good offices to make a few appeals, right? During COVID, this army, for 3 years, there was no recruitment. Our forces were cut down by 1,80,000. നിങ്ങളുടെ മാധ്യമം ഉപയോഗിച്ച് ഞാൻ ചില അപേക്ഷകൾ നടത്താൻ ആഗ്രഹിക്കുകയാണ്. കോവിഡ് സമയം മുതലുള്ള 3 വർഷങ്ങളിൽ ഇന്ത്യൻ ആർമിയിൽ ഒരു റിക്രൂട്ട്മെന്റ് പോലും നടന്നിട്ടില്ല. നമ്മുടെ സേനാബലം 1,80,000 എണ്ണം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. എത്ര മനോവേദനയോടെയും തീവ്രമായ മനോവേദനയിൽ നിന്ന് ഉയരുന്ന അതിതീവ്രമായ കോപത്തോടെയുമാണ് അദ്ദേഹം പിന്നീട് സംസാരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മോദിയുടെയും അമിത്ഷായുടെയും മുഖത്തു നോക്കി പച്ചയ്ക്ക് അലറിക്കൊണ്ട് ചോദ്യം ചോദിക്കുകയാണ് ഈ മുൻ മേജർ ജനറൽ ചെയ്യുന്നത്. Who did it? What about the threat assessment? You saved money. അദ്ദേഹം ചോദിക്കുകയാണ്, ആരാണ് സേനയുടെ അംഗബലം 1,80,000 എണ്ണം വെട്ടിക്കുറച്ചത്? ഡേറ്റ അസസ്മെന്റിന്റെ ഫലം എന്താണ്? നിങ്ങൾ പണം സേവ് ചെയ്തു. You saved money to get these people killed, damn you! I fought in Kishtwar 3 years, Arnab. We had that area totally under control. Now that poor sector 9 sector RR, those boys are being asked to look after 2 sectors because somebody felt manpower is not needed. ഇനി അദ്ദേഹം മോദിയെയും കൂട്ടരെയും ദ്രാഗുകയാണ്. നിങ്ങൾ നിരപരാധികളായ ആളുകളെ കൊല്ലുന്നതിനു വേണ്ടിയാണ് പണം സേവ് ചെയ്തത്. ഞാൻ കിഷ്താറിൽ പോരാടിയതാണ് 3 വർഷം. ആ ഏരിയ ഞങ്ങൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കി. ഇപ്പോൾ ആ പാവപ്പെട്ട സെക്ടർ 9 RRലെ പട്ടാളക്കാരോട് 2 സെക്ടറുകൾ നോക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണം ചിലർക്ക് തോന്നി ആവശ്യത്തിനുള്ള മാൻപവർ വേണ്ട എന്ന്. Damn you! It's needed if you want to fight in the mountains. നിങ്ങൾ നശിച്ചു പോകട്ടെ, മുടിഞ്ഞു പോകട്ടെ. കേട്ടല്ലോ അദ്ദേഹം മോദിയെയും കൂട്ടരെയും നിങ്ങൾ നശിച്ചു പോകട്ടെ, മുടിഞ്ഞു പോകട്ടെ എന്ന് പരസ്യമായി അർണാബ് പശുസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയിൽ ഗോദി മീഡിയയിൽ ഇരുന്ന് പ്രാകുന്നത്. Damn you! It's needed if you want to fight in the mountains. It's needed if you want to fight the terrorists in hills and mountains and jungles. It is needed if you've got a Bangladesh pain in the neck now, in addition to China and Pakistan. Open the lines. ആ പർവ്വത മേഖലകളിൽ പോരാടണമെങ്കിൽ ആവശ്യത്തിന് സേനാബലം വേണ്ടതാണ്. പർവ്വതങ്ങളിലും മലകളിലും കാടുകളിലും തീവ്രവാദികൾക്കെതിരെ പോരാടുന്നതിന് സേനാബലം ആവശ്യമാണ്. ചൈനയെയും പാകിസ്ഥാനെയും കൂടാതെ ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യക്കെതിരെ ആയതിനാൽ നമുക്ക് വളരെ കൂടുതൽ സൈനികരെ വളരെ അത്യാവശ്യമാണ്. Which genius chose to cut this army down? Which genius chose to cut the size of this army? ഏത് അതിബുദ്ധിമാനാണ് ആർമിയുടെ അംഗബലം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള വിഡ്ഢിത്തമായ തീരുമാനമെടുത്തത്? ഏത് അതിബുദ്ധിമാനാണ് ആർമിയുടെ സൈസ് വെട്ടിക്കുറയ്ക്കുന്നതിന് നിർദ്ദേശിച്ചത്? For God's sake, smell the coffee. You've got wars coming, right? You might talk of Aman ki Asha. Shove it up where the sun don't shine. ദൈവത്തെ ഓർത്ത് എന്താണ് വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം.
നിങ്ങൾക്ക് യുദ്ധങ്ങൾ വരാൻ പോവുകയാണ്. ഇവിടെ വീണ്ടും അദ്ദേഹം പ്രാകുകയാണ് ഇതിന് കാരണക്കാരായവരെ, അതായത് മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കേന്ദ്ര ഗവൺമെന്റിനെയും. God damn you! You can't do this to us. You can't do this to our boys. Let them fight. Unloosen their damn hands. All right? Whatever you have to spend, get your Jaguars. Get your Jaguars out of the way. Get your Rafales. Get your fifth generation fighters. Get more of your ATAGs which you are making at home. നിങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തോട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ സൈനികരോട് ഈ ക്രൂരത ചെയ്യാൻ നിങ്ങൾ മുതിരരുത്. അവരെ പോരാടാൻ അനുവദിക്കൂ. അവരുടെ കെട്ടുകൾ അഴിച്ചുവിടൂ. എത്ര ചെലവ് വന്നാലും നിങ്ങളുടെ ജാഗ്വാറും റാഫേൽ യുദ്ധവിമാനങ്ങളും ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റേഴ്സും ഇവിടെ നാട്ടിൽ ഉണ്ടാക്കുന്ന കൂടുതൽ ഫൈറ്റർ ടാങ്കുകളും എല്ലാം എടുത്ത് പ്രയോഗിക്കുക. Don't buy just 300. You need 1,300. Get ready to fight, boy. Read the signal. You've been talking of taking POK. വെറും 300 എണ്ണം മാത്രം വാങ്ങാതെ 1300 എണ്ണം വാങ്ങുക. ആവശ്യമുണ്ടെന്ന് കരുതുന്നതിൽ അധികം വാങ്ങുക. എന്നിട്ട് പോരാടാൻ തയ്യാറാവുക. മോദി ഭരണത്തിൽ വന്നതു മുതൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ തിരിച്ചെടുക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആഭ്യന്തര സുരക്ഷ പോലും ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിവില്ല. ഈ ഗവൺമെന്റിന്റെ കഴിവില്ലായ്മയെ തുടർന്ന് അദ്ദേഹത്തിന്റെ സർവ്വ കൺട്രോളും വിട്ടുപോയിരിക്കുകയാണ്. ഇതുപോലെ മോദി സപ്പോർട്ടർ ആയ ഇദ്ദേഹത്തിന് വരെ വലിയ തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നിനും കൊള്ളുകയില്ലാത്ത ഒരു ഭരണമാണ് മോദിയുടെയും കൂട്ടരുടെയും. ഈ ഭരണം നടത്തുന്ന മോദിക്കും കൂട്ടർക്കും അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള ശതകോടീശ്വരന്മാർക്കും മാത്രമേ ഈ ഭരണം കൊണ്ട് ഉപകാരമുള്ളൂ. നാടിന്റെ വലിയ ശാപമാണ് ഇവരുടെ ഭരണം എന്ന് പറയാതിരിക്കാൻ ആവില്ല. അതുകൊണ്ട് വിവേകം ഇല്ലാത്ത മന്ദഭക്തരെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് അല്പമെങ്കിലും തലച്ചോറുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ 11 വർഷത്തെ മോദി ഭരണത്തിൽ രാജ്യത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഈ ഭരണത്തിന്റെ കീഴിൽ ഭീകരാക്രമണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അത് മാത്രവുമല്ല, മോദി ഭരണത്തിന് കീഴിൽ നടന്ന ഭീകരാക്രമണത്തിന് കാരണക്കാരായ ആളുകളെ പിടിക്കുന്നതിനോ വധിക്കുന്നതിനോ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്നതിനോ പോലും മോദിക്കും കൂട്ടർക്കും കഴിയുന്നില്ല. അത്ര ദയനീയമാണ് സ്ഥിതി. 1,80,000 സൈനികരെ വെട്ടിക്കുറയ്ക്കുക എന്ന് വെച്ചാൽ എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് എന്ന് ഓർക്കണം. അത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. ആ സമയത്താണ് സൈനികരുടെ എണ്ണം 1,80,000 വെട്ടിക്കുറച്ചത്. ഇവിടെ ഏപ്രിൽ 14 ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അതിർത്തിയിൽ വലിയ സംഘർഷം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർമി 1,00,000-ലധികം ആളുകളുടെ ഷോർട്ടേജാണ് നേരിടുന്നത് എന്ന്. അത് പട്ടാളക്കാരും ഓഫീസേഴ്സും ഉൾപ്പെടെയുള്ള സൈനിക ഉദ്യോഗസ്ഥരുടെ കുറവ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങളും പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വലിയ കടന്നുകയറ്റവും തീവ്രവാദ ആക്രമണവും നേരിടുമ്പോഴാണ് രാജ്യസുരക്ഷ പോലും അവഗണിച്ച് മോദിയും കൂട്ടരും ഇങ്ങനെ പട്ടാളക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചത്. നിലവിലെ നമ്മുടെ ആർമിയുടെ അംഗബലം 12.48 ലക്ഷം ആണ്. എന്നാൽ അനുവദിച്ചിട്ടുള്ള അംഗബലം ഇതിനേക്കാൾ 1,00,000-ലധികം കൂടുതലാണ്. ആവശ്യത്തിന് പട്ടാളക്കാരെ നിയമിക്കാതെ എങ്ങനെയാണ് ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വെല്ലുവിളി നേരിടുന്ന സമയത്ത് രാജ്യത്തിന് ചെറുത്തു നിൽക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഇനിയെങ്കിലും ഇദ്ദേഹം പറയുന്നത് കേട്ടെങ്കിലും, ഈ മുൻ മേജർ ജനറൽ പറയുന്നത് കേട്ടെങ്കിലും മോദിയുടെയും കൂട്ടരുടെയും കണ്ണു തുറന്നെങ്കിൽ എന്ന് ആശിക്കുകയാണ്. അതുപോലെ സത്യമൊന്നും തിരിച്ചറിയാതെ അന്ധമായി മതവിദ്വേഷത്തിന്റെ പേരിൽ മാത്രം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മന്ദഭക്തരുടെ കണ്ണും തുറന്നെങ്കിൽ എന്ന് ആശിക്കുന്നു.